കടലിന്റെ മക്കളുടെ അതിജീവന പോരാട്ടം 130 ദിവസങ്ങൾ പിന്നിടുകയാണ്. വളരെ തുടക്കം മുതൽ തന്നെ വളരെ സമാധാനപരമായി പുരോഗമിച്ചുകൊണ്ടിരുന്ന വിഴിഞ്ഞം സമരം ഇന്ന് ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. തുടക്കം തന്നെ പറയട്ടെ, എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളെയും ഷെക്കേന ന്യൂസ് അപലപിക്കുന്നു. എന്നാൽ ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം കടലിന്റെ മക്കളുടെ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇന്നലെ വരെയുള്ള ദിനങ്ങളിൽ വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ നടന്നത്? ആരാണ് വിഴിഞ്ഞത്ത് പ്രകോപനം സൃഷ്ടിക്കുന്നത്? ഇതാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു വിഴിഞ്ഞം സമരസമിതി കൺവീനർ ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം വിഴിഞ്ഞം ഇടവക KLCA വൈസ് പ്രസിഡന്റ് ശ്രീമതി അജിത സാവ്യോ. രണ്ടുപേർക്കും ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീമതി അജിത സാവ്യോ, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശാരീരികമായി വളരെയധികം അസ്വസ്ഥതകളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ വിഴിഞ്ഞത്ത് നടന്ന ഒരു സംഘർഷത്തിൽ പോലീസിന്റെ ഒക്കെ ഒരു മർദ്ദനത്തിന് ഇരയായ വ്യക്തിയാണ് അങ്ങ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ വിഴിഞ്ഞത്ത് നടന്നത്? ഒരു കലാപം നടന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കലാപം സമരസമിതി അഴിച്ചുവിട്ടു എന്നൊക്കെ രീതിയിൽ പുറത്ത് പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമരത്തിൽ ഇന്നലെ നടന്ന കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇൻവോൾവ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ ആ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്നത്? അജിത സാബി. സാർ, ഒരു 4 മണിയോട് കൂടിയാണ് ഞാൻ സെൽട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ, അതെന്റെ ബ്രദർ കൂടിയാണ്. പുള്ളിക്കാരൻ KLCയുടെ തന്നെ വിഴിഞ്ഞം പ്രസിഡന്റ് ആണ്. അപ്പൊ ഞങ്ങൾ സഹപ്രവർത്തകരാണ്. അതുകൂടാതെ എന്റെ ബ്രദർ കൂടിയാണ് ചേട്ടൻ. നമ്മൾ കുഞ്ഞുപ്രായം മുതൽ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുള്ളവരാ. അപ്പോ 4 മണിക്കാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ ഞങ്ങൾ മേടയിൽ പോയായിരുന്നു. മേടയിൽ പോയപ്പോ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു. പക്ഷെ എവിടെ കൊണ്ടുപോയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഓരോ വിവരങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഷാഡോ പോലീസാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത്. ട്രിവാൻഡ്രത്തെ ഏതോ ഒരു സ്റ്റേഷൻ ഏതാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞോ? എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്യുന്ന പോലും പുള്ളിക്കാരന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ കോൾ ചെയ്തായിരുന്നു. പക്ഷെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, എന്നെ ഇങ്ങനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചപ്പോ അറിയത്തില്ല, ട്രിവാൻഡ്രത്ത് എവിടെയാണ്, അതുപോലും പുള്ളിക്കാരനോട് ഏത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് പോലും, എന്തിനാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരനോട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ അങ്ങനെയാണ് വിഷയം അറിയുന്നത്. അതിനു മുമ്പേ പുള്ളിക്കാരനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ സംസാര വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 4 മണിയോട് കൂടിയാണ് ഈ കാര്യം അറിയുന്നത്. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇടവകയുടെ തന്നെ ഒരു 4 കമ്മിറ്റി അംഗങ്ങളും അച്ഛനും കൂടി മൊത്തം ഒരു 6 പേര്, 4 or 6 പേര് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ഫോൺ കോൾസ് ഒക്കെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. നമ്മളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരുടെയും ഫോണ് എല്ലാം സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതിൽ വെച്ച് പിന്നീട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, അവരെ എന്തോ ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുന്നേ 2 മണിയോട് കൂടി സെൽട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചുകൊണ്ടുപോയി. പുള്ളിക്കാരൻ എവിടെയൊന്നും വിവരമില്ല. അതിനുശേഷം 4 മണിക്ക് ശേഷം ഇവിടെ ഇടവകയിൽ നിന്ന് പോയ ആൾക്കാരെയും അവരുടെ ഒരു വിവരം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ സ്ത്രീ സമൂഹമാണ്, സ്ത്രീകളുടെ തന്നെ ഒരു കൂട്ടായ്മ ഏകോപിപ്പിച്ചു കൊണ്ടിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയത്. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു അക്രമവും ഞങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ സെൽട്ടന്റെ വൈഫ്, സഹോദരിമാര്, സ്വന്തം സഹോദരിമാര് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ സ്ത്രീകളും, ഇടവകയിലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേഷനിലോട്ട് ഞങ്ങൾ പോയ ടൈമില്. അതിനുശേഷം സെൽട്ടന്റെ വൈഫിനോടും അവിടുത്തെ ലേഡി ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അല്പം ചൂടായിട്ട് പുള്ളിക്കാരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ഞാൻ അവരോട് പറയാണ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെയാണ് കാണാനുള്ളത്, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളൊന്നും. അവരോട് നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ സെൽട്ടനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആ ഘട്ടത്തിൽ ഒന്നും നിങ്ങളോട് പറയുന്നില്ല അല്ലെ? അവര് പറയുന്നില്ലായിരുന്നു. എവിടെയാണെന്ന് പോലും ഒരിതില്ല ഞങ്ങൾക്ക്. പുള്ളിക്കാരനെ എവിടെയോട്ടാണ് കൊണ്ടുപോയത്? പോലീസ് ആണെങ്കിൽ പോലീസ് വേഷത്തിലല്ലേ സാർ പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് പോവേണ്ടത്? അങ്ങനെയൊന്നും അല്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷമാണ് അവിടെ നിൽക്കുന്നത് ആ ഒരു സ്റ്റേഷൻ പരിധിക്ക് അകത്ത്, ആ കോമ്പൗണ്ടിന്റെ അകത്ത് നിൽക്കുന്ന സ്ത്രീ ജനങ്ങളും
പിന്നെ ഞങ്ങളുടെ 2 ഫാദേഴ്സ് മാത്രമാണ് നിൽക്കുന്നത്. ആണുങ്ങളായിട്ട് അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് കല്ലുകൾ മുകളിൽ നിന്നാ വരുന്നത്. അതായത് അപ്പം പോലീസ് സ്റ്റേഷന്റെ മുകളിൽ നിന്ന്. പോലീസ് സ്റ്റേഷന്റെ മുകളിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ സൈഡുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയ ബിൽഡിംഗ്. അതിന്റെ മുകളിൽ നിന്നായിട്ടാണ് സാർ. അതിന്റെ മുകളിൽ നിന്നിട്ടും പിന്നെ അതുപോലെ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ നിന്നിട്ടും വലിയ വലിയ കല്ലുകളാണ് സാർ. പക്ഷെ പോലീസ് ഇപ്പം അവര് ആരോപിക്കുന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ കല്ലുകൾ എറിഞ്ഞു എന്നാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാരാണ് ഞങ്ങളെ അവരെ ഉപദ്രവിച്ചെങ്കിൽ അതിന്റെ അകത്ത് പുറത്ത് നിൽക്കുന്നതൊക്കെ ഞങ്ങളാണ്. പോലീസുകാരൊക്കെ ബിൽഡിങ്ങിന്റെ അകത്താണ് സാർ നിൽക്കുന്നത്. പക്ഷെ ആ കോമ്പൗണ്ട് ഫുള്ളും ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ് നിൽക്കുന്നത്. ആ കല്ലേറ് ഞങ്ങൾക്കും കൊള്ളത്തക്ക രീതിയിൽ സാർ കുഞ്ഞു കുഞ്ഞു കല്ലല്ല, എല്ലാം വലിയ വലിയ കല്ലാണ്. അപ്പൊ ഈ കല്ല് എറിയുന്ന ഇത് ഫോഴ്സ് കൊണ്ടിട്ട് ഞാനും ചേട്ടന്റെ വൈഫുമായിട്ട് ഒരു 4-5 പേരായിട്ട് പോലീസ് സ്റ്റേഷന്റെ ഇടത്തെ സൈഡ് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പോഴൊക്കെ പോലീസ് ഓഫീസർ, ലേഡീസ് പോലീസ് ഓഫീസർ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്തായിരുന്നു. പക്ഷെ അവരൊക്കെ അപ്പോഴും ബിൽഡിങ്ങിന് ഉള്ളിലാണ് സാർ അവരിയ്ക്കുന്നത്. ഒരു നിമിഷം കൂടി, ഈ കല്ലിന്റെ ആ ഒരു സ്വഭാവം എന്തായിരുന്നു? നമുക്ക് ആ പ്രദേശത്ത് ലഭിക്കുന്ന കല്ലുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. ഇപ്പൊ പാറ കഷ്ണമാണോ അല്ലെങ്കിൽ മെറ്റലായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരുന്നു? പാറ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു, അല്ല വലിയ വലിയ കല്ലുകളാണ്. അതിനിടെ ഞാൻ 2-3 പാറ കഷ്ണം കണ്ടായിരുന്നു. പാറ കഷ്ണം വലിയ കല്ല സാർ, ഇതാ ഇത്രയൊക്കെ ഇരിക്കും. വലിയ കല്ലാണ്, ചെറിയ കല്ലൊന്നും അല്ല, വലിയ കല്ലാണ്. അത് മുകളിൽ നിന്ന് തന്നെയാണ് വന്നത്. അത് അതുകൊണ്ടാണ് എറിഞ്ഞ ആൾക്കാരുടെ മുഖമോ അല്ലെങ്കിൽ അത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു സൂചന ലഭിച്ചിരുന്നോ? ആരെ എറിഞ്ഞ അങ്ങനെ എന്തെങ്കിലും അറിയാൻ സാധിച്ചിരുന്നോ? അങ്ങനെ സാധിച്ചില്ല. നമ്മള് ആ ഒരു കല്ലേറ് വരുമ്പോ ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാം ഞങ്ങൾ ചെതറി ഓടി പല ഭാഗത്ത് ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പോ അത് കല്ല് കൊള്ളാതിരിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അപ്പൊ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം സമരക്കാര് എറിഞ്ഞു എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. സമരക്കാരെ എറിഞ്ഞുവെങ്കിൽ ഞങ്ങളാണ് സാർ, സ്ത്രീകൾ ഞങ്ങളാണ് ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. ആണുങ്ങളായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു, ഞങ്ങൾ സ്ത്രീകളാണ്. പുരുഷന്മാരെവിടെയായിരുന്നു നിന്നിരുന്നത്? പുരുഷന്മാർ പുറത്തായിരിക്കാം, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്ത്രീകളുടെ കൂടെയും അച്ഛനേമാർ ഇത്രയും കണ്ടിട്ടുള്ളൂ. അതിനിടയിലാണ് ഈ കല്ലേറൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്കിത് എവിടെന്നാ, എന്തായാലും മുകളിൽ നിന്നാണ് സാർ വന്നിട്ടുള്ളത്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പാണ്? ഉറപ്പാണ്, മുകളിൽ നിന്ന് അത്രയും ഫോഴ്സിൽ സാർ, ഇത്രയും ദൂരത്ത് ഇത്രയും വലിയ കല്ലൊക്കെ ഓരോരുത്തരെ എയിം ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ സാർ അത്രയും ഹൈറ്റിൽ നിന്നിട്ട് ഉന്നം നോക്കി തന്നെയാണ് സാർ അവരെറിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ നോക്കി തന്നെയാ എറിഞ്ഞത്. താങ്കളുടെ ദേഹത്ത് കല്ലേറ് കൊണ്ടിരുന്നോ? അത്തരത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? ആ കല്ലേറിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ ഒരു സൈഡ് ഞങ്ങൾ ഒരു കുറച്ചു പേര് മാറി നിന്നായിരുന്നു ആ കല്ലേറില്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. തുടർന്ന് എന്താണ് സംഭവിച്ചത്? അതിനുശേഷം കല്ലേറ് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് അമ്മച്ചിമാരൊക്കെ ഇരുന്നിട്ട് ഈ കല്ല്, ഞങ്ങൾ അവിടെ ഇരുന്നവർ തന്നെ ഡിസ്കസ് ചെയ്യണം ഈ കല്ലൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അപ്പൊ കുറച്ചുപേര് എന്താ മുകളിൽ നിന്ന് വന്ന് ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ ദൂരെ ഞങ്ങൾ അടുത്ത് നിൽക്കുന്നവർക്ക് നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കല്ല് നമ്മുടെ മുഖത്തായിരിക്കും. നമുക്കിങ്ങനെ നമ്മൾ കഴിവതും നമ്മള് സേഫ് ആകാനേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പൊ കുറച്ച് അപ്പുറത്ത് ദൂരം നിൽക്കുന്നവർ നല്ല രീതിയിൽ കാണുന്നുണ്ട് മുകളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ സെൽട്ടന്റെ അമ്മാവിയും സെൽട്ടനൊക്കെ അവിടെ അവരിപ്പുണ്ടായിരുന്നു. സെൽട്ടന്റെ ഭാര്യയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മാവിയുടെ എന്ന് പറയുമ്പോ അപ്പൊ അവിടെയുള്ള എല്ലാവരും ഇത് ഈ കല്ല് എവിടെ നിന്ന് വന്നു അപ്പൊ കുറച്ചു പേര് മുകളിൽ നിന്നാണ് വന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് നിന്ന് ഒരു പോലീസ് ഓഫീസർ പറയാണ്, അത് മുകളിൽ നല്ലടി വന്നത്, നിന്റെയൊക്കെ 2 കാലിന്റെ ഇടയിൽ നിന്നാണ് വന്നത്. വളരെ മോശമായ രീതിയിലാണ് സാർ അവർ പറഞ്ഞത്. ആ സ്ത്രീയോട് അവർ പറഞ്ഞത് ഒരു അമ്മയുടെ പ്രായം, അവരുടെയൊക്കെ അമ്മൂമ്മയുടെ പ്രായമായിരിക്കും. അത്രയും വളരെ മോശമായ രീതിയിലാണ് സാർ അവരങ്ങനെ പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ പോലീസ് തന്നെ അവർ ഉള്ളിൽ നിന്നൊക്കെ അവർ പുറത്തിറങ്ങിയിട്ട് ആ കല്ലുകൾ തന്നെ എറിഞ്ഞ് ഭയങ്കരമായിട്ട് മോശമായ രീതിയിലുള്ള ചീത്തകളൊക്കെ വിളിച്ചിട്ട് സ്ത്രീ ജനങ്ങൾ അവരെ എറിഞ്ഞു സാർ. അപ്പോഴും എനിക്ക് വ്യക്തമായില്ല അജിത മാഡം, അത് എങ്ങനെ അവര് തന്നെ വീണ്ടും കല്ലെറിഞ്ഞു? എങ്ങനെ ഇപ്പൊ പറഞ്ഞത് വ്യക്തമായില്ല. പോലീസ് എറിഞ്ഞ ഞങ്ങളെ എറിഞ്ഞ കല്ല് ഫസ്റ്റ് ഞങ്ങളെ എറിഞ്ഞത്. അത് ഇന്ന ആളാണെന്ന് എനിക്ക് അത്രയ്ക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ മുകളിൽ നിന്നാണ് വന്നത്. ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഒരു സെയിം ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പിലാണ് നിൽക്കുന്നത്. അത് പൊക്കത്തിലുള്ള ഒന്നല്ല, അത്ര
ഉള്ള സ്ഥലത്തല്ല സാർ നിൽക്കുന്നത്. പക്ഷെ ആ കല്ലിന്റെ എയറൊക്കെ അത്രയും ഹൈറ്റ് ആയിട്ട് വളരെ ദൂരത്തേക്ക് എയിം ചെയ്തിട്ടൊക്കെയാണ് സാർ ആൾക്കാർ എവിടെ നിൽക്കുന്നോ അത് എയിം ചെയ്തിട്ടാണ് അവര് എറിഞ്ഞിട്ടുള്ളത്. ഓക്കെ തുടർന്നോളൂ. അതിനുശേഷം ഈ പോലീസ് ഓഫീസൊക്കെ നിന്നെയൊക്കെ 5 മിനിറ്റിനുള്ളിൽ കാണിച്ചു തരാം ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് അവര് ഞങ്ങളെ അവിടെ ഇരിക്കുകയാണെങ്കിൽ പച്ചയ്ക്ക് നമ്മളെ ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് അവരവിടെ നിന്ന് ചിരിക്കുന്നു. നിന്നെയൊക്കെ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളൊക്കെ ആരെന്ന് കാണിച്ചു തരാടി, നീക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അവര് ഭയങ്കര പരിഹാസമായിട്ട് ആ ഗ്രില്ലിന്റെ അകത്ത് നിന്നിട്ട് അവര് ചിരിച്ചുകൊണ്ടിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ച് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന്റെ ഫലമായിട്ടാണോ പോലീസ് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിലുള്ള തികച്ചും അധിക്ഷേപകരമായ വാക്കുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അത്തരത്തിൽ ഏതെങ്കിലും പ്രകോപനം നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായോ? ഈ പറഞ്ഞതാണ് നമുക്ക് പ്രകോപനമായി തോന്നിയിരിക്കുന്നത്. ഈ കല്ല് എവിടെ നിന്ന് വന്നോന്ന് അവിടെയുള്ള കുറച്ച് അമ്മച്ചിമാര് പറഞ്ഞപ്പോ ബാക്കിൽ നിന്നവര് പറഞ്ഞ മുകളിൽ നിന്നാണ് വന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആ ഗ്രില്ലിന്റെ അകത്ത് നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അവരെയൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ തിരിച്ചറിയാം. പറയുന്നത് അത്രയും മോശമായ രീതിയിലാണ് സാർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഗ്രില്ല് അവര് തുറന്നിട്ട് അങ്ങ് പറഞ്ഞതിന് വളരെ വ്യക്തമാണ്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വളരെ മ്ലേച്ഛമായ പരാമർശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. സാർ അവരുടെ പ്രായം കണക്കിലെടുക്കണ്ടേ സാർ? ഓക്കെ, നിങ്ങൾ ചീത്ത വിളിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ അവരുടെ പ്രായം, അവരുടെയൊക്കെ അമ്മയുടെയും അമ്മുമ്മയുടെയും പ്രായമേ ഉള്ളൂ സാർ. അങ്ങനെ അവരുടെ പ്രായമേ ഉള്ളൂ. അവരോടാണ് 2 പോലീസ് ഓഫീസേഴ്സ്, എല്ലാവരെയും നമ്മളത് പറയുന്നില്ല സാർ. ഒരു 2 പേര് പോലീസ് ആണോ ഡൗട്ട് ഉണ്ട് സാർ. വ്യക്തമാണ്. തുടർന്ന് ഈ 5 മിനിറ്റ് ശേഷം കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഗ്രില്ല് ഇപ്പൊ എന്തായാലും പോലീസിൽ നിന്ന് നമുക്ക് അറ്റാക്ക് നമ്മളെ നേരിടേണ്ടി വരുമ്പോ നമ്മളെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ലൗഡ് സ്പീക്കർ വഴി നിങ്ങള് അഥവാ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവർ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് പോലും ഇല്ലാതെയാണ് അവർ ആ ഗ്രില്ലൊക്കെ പെട്ടെന്ന് തുറന്നിട്ട് പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടാണ് സാർ. ഞാൻ അത് എങ്ങനെ പറയണം, ഞാൻ അങ്ങനെ ചീത്ത വിളിച്ചിട്ടില്ല. അതുകൊണ്ട് പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ട് കല്ലുകളൊക്കെ എറിഞ്ഞു. അപ്പൊ കല്ലുകൾ വീണ്ടും എറിഞ്ഞോ? തറയെ കിടന്ന കല്ലുകള് നിങ്ങളുടെ നേരെ വീണ്ടും എറിഞ്ഞു? ഞാൻ വീണ്ടും എറിഞ്ഞ സ്ത്രീകളെ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് അവരെ കല്ലെറിഞ്ഞും തടിയെറിഞ്ഞും അവര് ഓട്ടിച്ചായിരുന്നു. തടികളൊക്കെ പോലീസ് സ്റ്റേഷൻ പണി നടക്കുന്നുണ്ട്, അതിന്റെ അകത്തുണ്ടായിരുന്നു സാർ. അപ്പൊ അതൊക്കെയാണ് അറിഞ്ഞെന്ന് തോന്നുന്നു. കല്ലുകളും തടികളും അവർ അറിഞ്ഞിട്ടുണ്ട്. ചീത്ത വിളിച്ചുകൊണ്ട് തന്നെയാണ് സാർ അവര് പറഞ്ഞതെല്ലാം തിരിച്ചു സംഭവിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അല്ല സാർ, അപ്പൊ ഞാനും സെൽട്ടന്റെ വൈഫും അവൾക്ക് ഒരുമാതിരി ആയതുകൊണ്ട് അവിടെ സ്റ്റേഷന്റെ തന്നെ ലെഫ്റ്റ് സൈഡ് ഒരു ബ്ലാക്ക് കളർ ചെയർ ഉണ്ട്, അവിടെ ഞങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവർ ഇറങ്ങി വന്നപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോലീസ് ഞങ്ങളുടെ സ്ത്രീകളെ കോമ്പൗണ്ടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് കല്ലെറിഞ്ഞ് ഓടിക്കുമ്പോ ഞങ്ങള് നടുക്കല്ല ഈ ഒരു സൈഡ് ഇരിക്കണം. അവര് ഞങ്ങളെ കണ്ടില്ല അവര്. അപ്പൊ ഞങ്ങൾ സൈഡ് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും അവിടെ അകപ്പെട്ടതിന് ശേഷം എന്നിട്ട് വെടിയുടെയൊക്കെ എന്തൊക്കെയോ പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ട് ഞാൻ പേടിച്ചു. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു. മറ്റേ പണ്ടൊക്കെ പറയുന്ന എന്തോ പറയും, തോട്ടാന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാനത് അനുഭവിച്ചിട്ടില്ല. അതിന്റെ ഇതൊന്നും സ്വന്തമായിട്ട് കേട്ടില്ല, TV കേൾക്കുന്നല്ലാതെ നേരിട്ട് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ പേടിച്ചു ഞങ്ങള്. അപ്പൊ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു ഓടെന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ ഓടണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെ ഓടണം എന്ന് ചോദിച്ചു. എനിക്ക് അറിയത്തില്ല, ഷോക്കായി നിൽക്കുകയായിരുന്നു ആ ഒരു സമയം. ആ ഒരു ഒച്ചയൊക്കെ കേട്ടപ്പോ എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ച ബോംബ് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് സ്റ്റേഷന്റെ തന്നെ ഒരു സൈഡ് ഒരു സ്റ്റെപ്പിൽ ഞങ്ങൾ സൈഡ് ഇരുന്നപ്പോ ഒരു പോലീസ് ഓഫീസർ ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിടി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വിളിച്ച് ഇറങ്ങിടി, നീയൊക്കെ എവിടെയാണോ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് വേറൊരു ഭാഗത്തിരിക്കുന്ന ലേഡീസ് പോലീസിനോട് പറഞ്ഞു അവൾക്ക് ഈ ഗ്രിൽ തുറന്നു കൊടുക്കരുത്, എന്നിട്ട് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി, നീയൊക്കെ ഇവിടെയാണോ ഇരിക്കണേന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഓൾറെഡി എന്നൊക്കെ പറഞ്ഞു.
എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൈ പിടിച്ചിട്ട് തന്നെയാ ഞങ്ങൾ പോയതിന്റെ ഇടയ്ക്കാണ് ഒരു പോലീസ് ഓഫീസർ എന്റെ പേര് വിളിച്ചിട്ട്, എടി നീയൊക്കെ എന്താടി ഇവിടെയൊക്കെ ഷോ കാണിക്കുന്നത്, എന്നിട്ട് എന്റെ ഫസ്റ്റ് 2 അടി കാലിന് 2 അടി കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ലിസിക്കും കൊണ്ടു. ഓക്കെ, അതായത് ഞാൻ ചോദിക്കുന്നത്, താങ്കളെ അടിച്ചത് ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ വനിതാ പോലീസാണോ? സ്റ്റേഷനിലെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ഒരു പുരുഷ പോലീസാണ് സാർ ആദ്യമായിട്ട് എന്നെ അടിച്ചത്. ഓക്കെ, കണ്ടിന്യൂ. ഡ്യൂട്ടിയില് വിഴിഞ്ഞം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം, ഞാൻ കാണാറുണ്ട് അയാളെ. വിഴിഞ്ഞം സ്റ്റേഷനിൽ എന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെ ആദ്യം കാലിലടിച്ചത്. ലിസിക്കും കിട്ടി, എനിക്കും കിട്ടി. കാലിലാദ്യം കിട്ടി. കാലില് അടിച്ചത് ഒരു പുരുഷ പോലീസാണ്. അതിനുശേഷം ലിസി ഓടടി നീയൊക്കെ ഓടടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഇടയിലാണ് എന്റെ ഫോണ് അയാൾ തന്നെ, എന്നെ ഫസ്റ്റിൽ കാലിലടിച്ച ആള് തന്നെയാണ് എന്റെ ഫോൺ തട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ആ ശ്രദ്ധ എന്റെ അങ്ങോട്ട് പോയി, എന്തിനാ എന്റെ ഫോൺ വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ വീണ്ടും എന്റെ ബാക്കില് ബട്ടക്സിലോട്ട് അടിച്ചു. അതിനുശേഷം ത്വര ആണുങ്ങൾ തന്നെ, ആൺ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് മൊത്തത്തില് എന്നെ അടിച്ചത്. അതായത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷേ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരാണ് താങ്കളെ ആക്രമിച്ചത്. താങ്കൾക്ക് വളരെയധികം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അതായത് താങ്കളുടെ കൈകളിലൊക്കെ പറ്റിയ പരിക്കൊന്നു കാണിക്കാമോ? അത് എത്രമാത്രം തീവ്രതയുണ്ട്, എത്രമാത്രം വേദനയാണ് താങ്കൾ അനുഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സർ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്, ഈ സൈഡ്. ഇത് റൈറ്റ് ഹാൻഡ്. ഓക്കെ, വളരെ ദയനീയമായ കാഴ്ചയാണ്. ഇതുപോലെ ശരിക്കും മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. വളരെ ദയനീയം, അതോടൊപ്പം തന്നെ അപലപനീയമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ 2 വനിതകളെ ഇത്തരത്തിൽ വളരെ ക്രൂരമായി ആക്രമിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു സംശയം ശ്രീമതി അജിത, പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ഏകദേശം 50-ന് മേളിൽ പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സാർ, കൂടുതൽ ഇവിടെ നിന്നാണ് പരിക്കേറ്റിട്ടുള്ളത്. അവർക്ക് അങ്ങനെ കൊള്ളാൻ സാധ്യത ഞാൻ കണ്ടില്ല സാർ. എനിക്കത് കാണേണ്ട ഒന്നും അല്ലായിരുന്നു. ഞാൻ എന്റെ കണ്ണിൽ അത് കണ്ടിട്ടില്ലായിരുന്നു, ഉണ്ടോന്ന് എനിക്കത് അറിയത്തില്ല. പക്ഷെ എന്റെ കണ്ണിൽ കണ്ടിട്ടില്ലായിരുന്നു 50 കഴിഞ്ഞപ്പം. ഞങ്ങളിപ്പം അതിനുശേഷം എനിക്കിപ്പം പുറമേ ഉള്ളതാണ്, കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമാണ് ഞാൻ. ഓക്കെ, തീർച്ചയായും. അപ്പൊ പുറമെയുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രീ പാട്രിക്കിനോട് തന്നെ ചോദിക്കാം. ശ്രീ പാട്രിക്, വളരെ സമാധാനപരമായി ഈ വിഴിഞ്ഞം സമരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിരുന്നു. പേര് പറഞ്ഞു, ഞാൻ സമരത്തിന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്, സഹകരിക്കാറുണ്ട്. പ്രക്ഷോഭങ്ങള്, അങ്ങനെ അതിക്രമങ്ങളൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ സമരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ മുക്കുവ സമുദായത്തിനുണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്, അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള. വളരെ വ്യക്തമാണ്. ശ്രീ പാട്രിക്, വിഴിഞ്ഞം സമരത്തിന്റെ ഈ 130 ദിവസങ്ങളോളം പിന്നിട്ട വിഴിഞ്ഞം സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതൊരു സഹന സമരം അല്ലെങ്കിൽ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സമരം, അതിജീവന സമരമായിരുന്നു. തുടക്കത്തിൽ നമുക്കറിയാം, ഈ മുല്ലൂരിലെ സമരപന്തലിൽ ആരംഭിച്ച ആ സമരത്തിന്റെ ഘട്ടത്തിലൊക്കെ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട്, അതൊക്കെ വളരെ സമാധാനപരമായി, യാതൊരു തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഒന്നും നടക്കാതെ സമാധാനപരമായി തുറമുഖത്തിനുള്ളിൽ പോകുന്ന, അവിടെ കൊടി സ്ഥാപിക്കും, തിരിച്ചു വരുന്നു, പന്തലിനുള്ളിരുന്ന് പ്രസംഗങ്ങളും കാര്യങ്ങളും, ഒപ്പം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ശനിയാഴ്ച മുതൽ ആ സമരത്തിന്റെ ഒരു ദിശ മാറുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ ആ ശനിയാഴ്ച ദിവസം നടന്നത്? ആരാണ് അവിടെ പ്രകോപനം സൃഷ്ടിച്ചത്? ശ്രീ പാട്രിക്, ഇതില് ആദ്യം പറയേണ്ടത്, ശനിയാഴ്ചയുള്ള കാര്യം പറയുന്നത്, ഈ സമരം തുടങ്ങി അന്ന് മുതൽ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ കാണുക, ഞങ്ങളുടെ കാര്യങ്ങൾ സർക്കാരിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സമരം തുടങ്ങിയത്. 4.5 വർഷമായി ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിനോട് പറഞ്ഞിട്ടും അതിന് ഏതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി ഇറങ്ങേണ്ടി വന്നത്. കാര്യം മനസ്സിലാക്കണം,
പിതാവ് ഒരു സമരത്തിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഏതൊരു വിധത്തിലും ന്യായം നമ്മുടെ സമുദായത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യം പിതാവിനും അതോടൊപ്പം തന്നെ രൂപതയുടെ വൈദികർക്കും അൽമായർക്കും ഒന്നുപോലെ അനുഭവപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത്. ഈ സമരം ഇറങ്ങി 130 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിക്രമം നടത്താൻ ഞങ്ങൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. ആദ്യമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു വിഷയമുണ്ടാകുന്നത് ഓഗസ്റ്റ് 10-ാം തീയതി ഞങ്ങളുടെ സമരത്തിന്റെ 2ാം ഘട്ടം ഞങ്ങളുടെ വള്ളങ്ങൾ കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ജാഥ നയിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ ആളുകളെയും വള്ളങ്ങളെയും വണ്ടികളെയും വഴിയിൽ തടഞ്ഞുകൊണ്ട് സർക്കാർ ഞങ്ങളെ ഈ സമരത്തിന് അടിച്ച് ഓടിക്കാൻ അല്ലെങ്കിൽ അടിച്ച് തോൽപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായി വണ്ടികളൊക്കെ തിരിച്ചു വരികയും അതിലുണ്ടായിരുന്ന വള്ളങ്ങളും ഒക്കെയായി ഞങ്ങൾ സമരം ചെയ്യുകയും ചെയ്തു. അന്ന് ഞങ്ങളൊരു അനിഷ്ട സംഭവം ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാവരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ സമാധാനപരമായി ഞങ്ങൾ ഒത്തുകൂടുകയും അവിടെ വെച്ച് സർക്കാരിനോട് ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടവകളിൽ ഞങ്ങൾ സമരം നടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുല്ലൂർ ഭാഗത്തേക്ക് ഞങ്ങൾ വരുന്നത്. മുല്ലൂർ ഭാഗത്ത് ഞങ്ങൾ സമരവുമായി വരുമ്പോൾ ആദ്യമായി ആ തുറമുഖ കവാടം അടയ്ക്കുന്നത് പോലീസായി. ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചു, ടെട്രാപാഡുകൾ കൊണ്ട് അടച്ചു, മറ്റു സംവിധാനങ്ങൾ കൊണ്ട് അടച്ചു. അപ്പോൾ ഞങ്ങളോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാൻ തോന്നുന്നു, ഇവിടെ സമരമാണ്, ഉപരോധമാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എവിടെയാ ചെയ്യുന്നത്, ആ സൈഡിൽ എവിടെയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളത് എവിടെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ അവിടെ ചെയ്യുന്നു. ഞങ്ങൾ പോലീസ് എവിടെയാണോ ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് അവിടെയാണ്. സാധാരണ നമ്മളിപ്പോൾ രാജ്ഭവൻ മാർച്ചോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കോ നിയമസഭയിലേക്കോ ഒരു മാർച്ച് നടത്തുമ്പോൾ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയുന്ന ഒരു പ്രവണതയുണ്ട്. അവിടെ വെച്ച് നമ്മൾ സമരവും നടത്തും. സെയിം അതുപോലെ തന്നെയായിരുന്നു. പോലീസ് എവിടെ വെച്ചാണോ ഞങ്ങൾ തടഞ്ഞത്, ഞങ്ങൾ അവിടെയായിരുന്നു ഞങ്ങൾ സമരം. അതിനുശേഷം ഞങ്ങൾ വളരെ സമാധാനപരമായി ഞങ്ങൾ പന്തലിൽ തന്നെ സമരം നടത്തി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തുറമുഖം കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അകത്തേക്ക്. കാരണം ഞങ്ങളുടെ തീരങ്ങൾ നശിക്കുന്നു, ഞങ്ങളുടെ വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള കാരണങ്ങളാണ് ഞങ്ങൾ മുന്നിൽ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതും ഈ അദാനി അല്ലെങ്കിൽ സർക്കാർ പദ്ധതി ഇവിടം വരെ എത്തിച്ചു, എന്താണ് അവിടെ അതിനകത്ത് നടക്കുന്നുള്ളതെന്നും ജനങ്ങളൊന്ന് അറിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്. അവിടെയും ഞങ്ങൾ പാട്രിക്, വളരെ വ്യക്തമാണ്. നമ്മൾ ഷിക്കാന ബിഗ് ഡിബേറ്റ് ഉൾപ്പെടെ നമ്മൾ പലതവണ ആ ഘട്ടങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആ ശനിയാഴ്ച പോലുള്ള സംഭവങ്ങളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യം കൂടിയാണ്. അപ്പോൾ സർക്കാർ അതിനിടയിൽ ഞങ്ങൾ 2-3 വൈദികരെ തല്ലുന്ന ഒരു സീനുണ്ടായി. അതായത് മുൻ DCP അജിത് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കാർവിൻ അച്ഛൻ, മൈക്കിൾ തോമസ് അച്ഛൻ, തിയോഡോഷ്യസ് അച്ഛൻ, ജോസ് അച്ഛൻ, ഈ 4 വൈദികരെ അവിടെ വെച്ച് തള്ളുകയും അവിടെ ഞങ്ങൾ അപ്പൊ തന്നെ ഒരു നിരാഹാരം തുടങ്ങുകയും ചെയ്തു. അന്ന് പിന്നെ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർക്ക് ഉപരോധം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഞങ്ങൾ മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പലപ്പോഴായി ഈ ജനകീയ കൂട്ടായ്മ സമരം നടത്തിയപ്പോൾ അവര് പലപ്പോഴായി ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഞങ്ങളെ ചീത്ത വിളിക്കുക, ഞങ്ങളുടെ വൈദികരെ ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള രീതിയിലോട്ടായി. ഇതെല്ലാം പോലീസ് കണ്ടു നിൽക്കുകയായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും പോലീസ് നൽകിയിരുന്നു. അവര് അവിടെ വന്നിരിക്കുന്നത് പിണറായി സർക്കാരിന്റെയും അദാനിയുടെയും ഒത്താശയോട് കൂടിയാണ് ആ സമരം നടത്തിയത്. ഓക്കെ, അതിനോട് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ശ്രീ പാട്രിക്. ഈ സർക്കാർ അങ്ങ് പറഞ്ഞു സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ട്. നമുക്കറിയാം വിഴിഞ്ഞം സമരം, ഈ തുറമുഖ നിർമ്മാണത്തിനെതിരെ നടക്കുന്ന വിഴിഞ്ഞം സമരം, മറു സൈഡിൽ വിഴിഞ്ഞം ഈ തുറമുഖത്തെ അനുകൂലിക്കുന്നവർ നടത്തുന്ന സമരം, ഈ തുറമുഖത്തെ അനുകൂലിക്കുന്നവർ നടത്തുന്ന സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. കാരണം ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുമെന്ന് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കാര്യം സംഭവിച്ചിട്ടുണ്ടോ? ഒരു 2 വിഭാഗങ്ങൾ, 2 ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 2 ആശയങ്ങളുള്ള 2 വിഭാഗങ്ങൾ സമരം നടത്തുമ്പോൾ
അത് സ്ഥലം ക്രമീകരിക്കുന്നത് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് വേണ്ടേ? തൊട്ടടുത്ത് തന്നെ ഈ ഒരു രണ്ട് സമരപന്തലുകൾ ക്രമീകരിച്ച് ഒരു പ്രകോപനം, മനഃപൂർവ്വം ഒരു പ്രകോപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ഒരു ഗൂഢാജണ്ട അതിന് പിന്നിലുണ്ടോ ശ്രീ പാട്രിക്? തീർച്ചയായിട്ടും ഉണ്ട്. അത് അവരുടെ ഗൂഢാലോചന തന്നെയായിരുന്നു. കാരണം അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇവര് ജനകീയ കൂട്ടായ്മ നടത്തിയ ഒരു ലോങ് മാർച്ച് ഉണ്ട് സെക്രട്ടേറിയറ്റിലേക്ക്. അവിടെ ആരൊക്കെയാണ് പങ്കെടുത്തത്? രാഷ്ട്രീയപരമായി ശത്രുക്കളെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ രണ്ട് ചേരിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ അവിടെ ഒരുമിച്ച് ബായി ബായി ആയിട്ടാണല്ലോ ആ മാർച്ചിൽ പങ്കെടുത്തത്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ നമ്മൾ സമരം നയിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രദേശവാസികൾ ഒരു 80 ദിവസത്തെ സമരം നയിച്ചിരുന്നു. ആ റോഡുമായി ബന്ധപ്പെട്ട്, അദാനിയുമായി ബന്ധപ്പെട്ട്, അദാനിക്കെതിരെ ഒരു റോഡുമായി ബന്ധപ്പെട്ട് ഒരു സമരം നയിച്ചിരുന്നു. BJP ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അവർ ഒരു കാരണവുമില്ലാതെ ആ സമരം അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സമരം ന്യായമാണ്, ഞങ്ങളും റോഡിന് വേണ്ടി ഇതാക്കുകയാണ്, അപ്പൊ നിങ്ങൾ സർക്കാരിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ റോഡിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണമെന്ന് പ്രഭാകരൻ സാറാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ പേര്, അവരുൾപ്പെടെ BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ ഞങ്ങൾ സർക്കാരിന് മുന്നിൽ പറയുകയും ചെയ്തു. നിങ്ങൾ ഇതിന് മുമ്പ് തന്നെ അവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയും അല്ലെങ്കിൽ സമരം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതും അനുഭാവപൂർവ്വം നിങ്ങൾ പരിഗണിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രദേശവാസികളെയോ അതല്ലെങ്കിൽ മറ്റുള്ള എതിർ തരത്തിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല സമരം ചെയ്തത്. വളരെ പെട്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി സർക്കാർ പോലീസിനെ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഈ ഗൂഢാലോചന നടക്കുന്ന സമയം, അതായത് പോലീസ് തന്നെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. പലപ്പോഴായി ഈ വൈകുന്നേരങ്ങളിൽ പോലീസിന്റെ അറിവോടുകൂടി അവരവിടെ മാർച്ച് നടത്തുന്നു, അവരതല്ലെങ്കിൽ ജാഥകൾ നടത്തുന്നു. ആ ജാഥകൾ പോലീസ് നോക്കി നിൽക്കുക, ഞങ്ങളുടെ വൈദികരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ചീത്ത വിളിക്കുന്നു, അനാവശ്യങ്ങൾ പറയുന്നു. ഇതെല്ലാം പോലീസ് നോക്കി നിന്ന് ആരെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? പോലീസ് എത്ര കേസാണ് എടുത്തിട്ടുള്ളത്? പോലീസ് അവർക്ക് വേണ്ട പ്രോത്സാഹനമല്ലേ നൽകിയത്? ഇനി 27-ാം തീയതി ഞങ്ങളുടെ സമരം 100-ാം ദിവസത്തെ സമരം നടന്നു. ഞങ്ങൾ അകത്തോട്ട് പോയി. ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ എന്താണ് ഉണ്ടായത്? പോലീസല്ലേ പ്രശ്നമുണ്ടാക്കിയത്. പോലീസിന്റെ ക്യാമറാമാൻ എന്ന് പറഞ്ഞു വന്നിട്ട് മറ്റു സ്ത്രീകളെയൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ശരിയുള്ള ഏർപ്പാടാണോ? എന്തിനാ സ്ത്രീകളെ ഫോട്ടോ എടുക്കുന്നത്? അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലീസ് തന്നെ ബോധപൂർവം മറ്റുള്ളവരെ പ്രോത്സാഹനം കൊടുപ്പിക്കുകയും അതോടൊപ്പം പോലീസ് തന്നെ അതിനു വേണ്ട എല്ലാ വഴികളും വെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ശനിയാഴ്ച നടന്നത് എന്താണ്? ശനിയാഴ്ച പോലീസ് അദാനിയുടെ ലോറികളുമായി അവിടെ വരുമ്പോൾ ഞങ്ങൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ DCP അജിത് സാർ ഉൾപ്പെടെ അവിടെ ഉണ്ട്. ഏകദേശം എത്ര പേരുണ്ടാവും നമ്മുടെ സമരപന്തലിൽ? സമരാനുകൂലികൾ എത്ര പേരുണ്ടാവും ഏകദേശം? അന്ന് എനിക്ക് തോന്നുന്നു ഇവര് വരുമ്പോഴത്തേക്ക് ഒരു 10-25 പേരെ ഉണ്ടാകത്തുള്ളൂ. ആദ്യത്തെ വീടുകളെടുത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ആളുകൾ വന്ന് ചെറിയൊരു 10-35 ആളുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇത് അറിഞ്ഞു വന്നവരാണ് പിന്നീട് അവിടെ കൂടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ അജിത് സാറുമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു. കോടതി വിധിയുണ്ട്, താൽക്കാലിക വിധിയാണ്, ആ വിധി നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, സമ്മതിക്കുന്നു. പക്ഷേ പോർട്ട് നിർമ്മാണത്തിന് അദാനിക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പറയും. അതിനു മുമ്പ് 3 ദിവസം 4 ദിവസം മുമ്പ് അവിടെ നിന്ന് 10 ലോഡ് മണലുകൾ കടത്തി. അത് ഞങ്ങൾ പിടികൂടുകയും RDO ഉൾപ്പെടെ DMO ഉൾപ്പെടെ അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ട് പോയതാണ്. പക്ഷെ അതിന് നടപടികളും ഉണ്ടായില്ല. അപ്പോൾ ഇത്തരത്തിൽ അദാനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാർ, ഈ സമരത്തെ പൊളിക്കുവാനായി മറ്റുള്ളവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ്, അതിന് വളക്കൂറായി സാമ്പത്തികം ഒഴുക്കുന്ന അദാനി, ഇതൊക്കെയാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് മറ്റേ ആ ലോറികൾ തടയാനുള്ള കാരണം എന്തായിരുന്നു? ലോറികൾ തടയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഈ ലോറികൾ അകത്തോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ അദാനിയുടെ പിന്നെ വണ്ടികൾ ടൺ കണക്ക് മണലുകളുമായി പുറത്തോട്ട് പോയി. ഈ മെയിൻ ഗേറ്റ്, അദാനിയുടെ പദ്ധതി പ്രദേശത്തിന്റെ മെയിൻ ഗേറ്റ് മുതൽ 1.5 കിലോമീറ്റർ നീളത്തിൽ ഏകദേശം 45-50 മീറ്റർ വീതിയിൽ
ഏകദേശം 1.5-2 മീറ്റർ കനത്തിൽ ഈ കടൽ മണലുകളാണ് അടിച്ചുകൊണ്ട് അവരവിടെ ഇന്റർലോക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെ റോഡിന്റെ മറു സൈഡും അതുപോലെ ഇന്റർലോക്കുകൾ ചെയ്യാനായിട്ട് അവർ ഈ മണലുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്ന മണലുകളാണ് ഇവര് ഡ്രഡ്ജ് ചെയ്തെടുത്ത് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ മണലുകൾ ഉപയോഗിച്ച് ഇവർ നിർമ്മാണ പ്രവർത്തനം നടത്താൻ? ഇവരോട് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഈ മണലുകൾ അവിടെ നിന്നും പുറത്തു കൊണ്ടുപോകാൻ? അതുകൊണ്ടാണ് ലോറി തടയാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും. അതായത് അദാനിക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ, അദാനിക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പോലീസ്. സർക്കാർ ഉന്നയിക്കുന്ന ഒരു വിമർശനം ശ്രീ പാട്രിക്, ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നിർമ്മാണത്തെ തടയരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ ആ ഒരു നിർദ്ദേശത്തെ മറികടന്ന് ആ ഒരു ഉറപ്പൊക്കെ ലംഘിച്ച് ഇതിനെ തടഞ്ഞതിനെ സർക്കാർ വിമർശിക്കുന്നുണ്ട്. ഈ ലോറികളെ തടഞ്ഞതിനെ സർക്കാർ വിമർശിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒരുപാട് കോടതി വിധികൾ വന്നിട്ടുണ്ട്. എല്ലാ കോടതി വിധികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? കോടതി വിധികൾ എല്ലാം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ കോടതി വിധി ഉണ്ടായിട്ടുണ്ടല്ലോ. ഒപ്പം തന്നെ ശ്രീ പാട്രിക്, നിങ്ങളുടെ സൈഡിൽ നിന്ന്, സമര സമിതിയുടെ സൈഡിൽ നിന്ന് കോടതിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ലേ ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം തടയില്ല എന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ലേ? അതുകൊണ്ടാണ് സർക്കാർ ഭാഗത്തുനിന്ന് അത്തരം ഒരു വിമർശനം. തീർച്ചയായിട്ടും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ചീഫ് സെക്രട്ടറി അനൗദ്യോഗികമായി ചില ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങളിൽ ഉറപ്പ് തരാമെന്ന് പറയും. ചെങ്കച്ചൂള കോളനി മൊത്തത്തിൽ മാറ്റി അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനായി അവിടെ താമസിക്കുന്നവർക്ക് 7,000 രൂപ വാടക ഇനത്തിൽ നൽകി അവരെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ചീഫ് സെക്രട്ടറിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് 7,000 രൂപ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ആളുകൾ 4.5 വർഷമായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാറ്റിപ്പാർപ്പിക്കാനായി ആ തുക അവർക്ക് നൽകിക്കൂടാ? അതല്ലെങ്കിൽ നമ്മളുമായി ചർച്ച ചെയ്തുകൂടാ? ഒരിക്കൽ നൽകാമെന്ന് പറയുന്നു, അത് കഴിഞ്ഞാൽ അവർ പിന്നോട്ട് പോകുന്നു. സർക്കാരാണ് ഈ സമരത്തെ നീട്ടിയത്. സർക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രിക്ക് വിഴിഞ്ഞത്തോട് ഒരു ചെറിയൊരു വിദ്വേഷമുണ്ട്. കാരണം ഓഖിയുടെ സമയത്ത് തൊട്ടടുത്ത് കിടന്നിട്ടും ഞങ്ങളുടെ സഹോദരങ്ങൾ മരണമടഞ്ഞു, ഞങ്ങൾ ഒരുപാട് ദുഃഖത്തിലായി നിൽക്കുന്ന സമയത്ത് ഒന്ന് എത്തി നോക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. വന്ന സമയം ഒരുപാട് വൈകിയാണ് വന്നത്. അതിൽ അമർഷമുണ്ട ജനങ്ങൾ അന്ന് ചില അനിഷ്ട സംഭവങ്ങൾ അവിടെ നടന്നു. മുഖ്യമന്ത്രി അകത്തോട്ട് വിടാതെ തടഞ്ഞു നിർത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇത് മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ വിദ്വേഷം തീർക്കുന്നതാണ് എന്ന് ഞങ്ങൾ ആരോപിക്കും. സമരസമിതിയുടെ ഭാഗം ശക്തമായ ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. പ്രത്യേകിച്ച് ലോറിയെ തടഞ്ഞത്, നമ്മളൊരു നിയമ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനെ തീർച്ചയായും അപലപിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. താങ്കൾ തുടർന്നോളൂ. ഈ ചീഫ് സെക്രട്ടറിയുമായ അനൗദ്യോഗിക ചർച്ചകൾ, അതായത് ഒരു മീഡിയ ഇതിനകത്ത് മീഡിയേറ്റർ ഇതിനകത്ത് പിന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് ഉടനെ തന്നെ നമുക്ക് പരിഹരിക്കാം, മറ്റു കാര്യങ്ങൾ ഉടനെ ചർച്ച ചെയ്യാം, നിങ്ങൾ ഈ ഒരു വാഗ്ദാനങ്ങൾ നൽകി ഇവർക്ക് വർക്ക് നടക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ള ചില സർക്കാരിന്റെ ആവശ്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ അന്ന് അവിടെ സമ്മതം മൂടിയത്. പക്ഷേ അതിനുശേഷം സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു? പിന്നോക്കം പോയി. ഞങ്ങളോട് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ മീഡിയേറ്ററോട് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ ഹൈക്കോടതി വിധിയൊക്കെ ഞങ്ങൾ നടപ്പിലാക്കേണ്ടത്? ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇനിയും വഞ്ചിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ആ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തുടർന്ന് നമുക്ക് ആ ശനിയാഴ്ച അത് എങ്ങനെയാണ് ഒരു അക്രമത്തിലേക്കും അല്ലെങ്കിൽ ഒരു പരസ്പരം കല്ലേറിലേക്കൊക്കെ വളരെ പെട്ടെന്ന്, സമയപരിമിതി പോലുമാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശനിയാഴ്ച നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജനകീയ സമരസമിതിയുടെ ആളുകൾ 6 മണി മുതൽ ആ പരിസരങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അത് അവര് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ 9-9:30 മണിയോടുകൂടി നമ്മൾ എല്ലാവരും അവിടെ എത്തുമ്പോൾ ഈ ലോറികൾ വരികയും നമ്മൾ തടയുകയും ചെയ്യും. ഈ ലോറികൾ അകത്ത് വിടണമെന്ന് ജനകീയ കൂട്ടായ്മ പോലീസിനോട് ആവശ്യപ്പെടുന്നു. ജനകീയ കൂട്ടായ്മയ്ക്ക് ഇവിടെ എന്താ ആവശ്യം? ജനകീയ കൂട്ടായ്മ ഞങ്ങളുടെ സമരത്തിൽ വന്ന് അതിക്രമിച്ചു കയറാൻ എന്താ കാര്യം? പോലീസ് നോക്കി നിൽക്കുന്നു, പോലീസ് അവർക്ക് വളം വെച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പിന്നെ വണ്ടികളെല്ലാം തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലീസ് തന്നെ അവരെ ഫ്രണ്ടിൽ നിർത്തി ആ വണ്ടികളെ തിരിച്ചുവിടാതിരിക്കാൻ തടയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൽ നിന്നും അവർ പിൻവാങ്ങി ലാസ്റ്റ് വണ്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ
അവർ തന്നെ ഞങ്ങളുടെ ആളുകളെ ചീത്ത വിളിക്കുന്നു. ഞങ്ങളുടെ ആളുകൾ പുല്ലുവിള ഭാഗത്തു നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും വന്ന വിഴിഞ്ഞം ഇടവ വികാരിയെ ചീത്ത വിളിച്ച് അവിടെ നിന്നും തിരിച്ചു പറഞ്ഞയച്ചു. പൂന്ത്ര വികാരി, അതുപോലെ തന്നെ ചെറിയതുറ വികാരി, ഇവരെ അതിനകത്തൂടെ വരുമ്പോൾ വളരെ ഒരു കാര്യം കൂടി, ഈ ചീത്ത വിളിച്ചത് ജനകീയ സമിതിയാണോ അതോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നാണോ ഈ ചീത്ത വിളി ഉണ്ടായത്? ജനകീയ സമിതിയാണ്. ജനകീയ സമിതി അവിടെ BJPയുടെ ഒരു ടീമും സമരം നയിക്കുന്നുണ്ട്. അവർ തന്നെയാണ്. അതിന്റെ വീഡിയോസ് എല്ലാം നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. ആ വീഡിയോ എടുക്കാനും ആ അച്ഛന്മാരെ അവിടെ നിന്നും കൊണ്ടുവരാൻ പോയ നമ്മുടെ ഒരാളിനെ അവർ അടിക്കുകയും ചെയ്തു. നമ്മുടെ ഒരാളെ അവർ മർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെയും വളരെ സഹിച്ചു തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഇവർ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആളുകളെ ഇതാക്കിയപ്പോൾ നമ്മുടെ ആളുകൾ ഇതറിഞ്ഞ് കൂടുതലായി അവിടെ വന്നു ചേരുകയും ആളുകൾ ഇതായ ശേഷം ഇവർ ജനകീയ സമരവേദിയുടെ അപ്പുറത്ത് പോയി നിന്ന് നമ്മളോട് വളരെ ആവശ്യമില്ലാത്ത രീതിയിൽ സ്ത്രീകളെ അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ആക്ഷൻ കാണിക്കുകയും ചെയ്തു. കൂടുതലൊന്നും പറയണ്ട, മുണ്ടുമുക്കി കാണിക്കുക ഞങ്ങളുടെ സ്ത്രീകളോട്. ഈ കുറച്ച് ആളുകൾ പോലീസ് നോക്കി നിൽക്കുന്നു. പോലീസിനെ തടയാം. സാധാരണ രീതിയിൽ രാവിലെ ഞങ്ങളുടെ സമരവേദിയോട് ചേർന്നുള്ള റോഡിൽ 2 പോലീസിന്റെ വലിയ ബസ് കൊണ്ടിട്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കാനും ഞങ്ങൾ അങ്ങോട്ട് അഥവാ പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് പോലീസ് ഒരു ഇത് സൃഷ്ടിക്കുമായിരുന്നു. ബാരിക്കേഡിന് പകരമായിട്ടുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുമായിരുന്നു ആ സംവിധാനം. എന്നാൽ അന്നത്തെ ദിവസം അതൊന്നും ചെയ്തിട്ടില്ല. വെറും 10, 20, 15 പോലീസുകാരെയാണ് അപ്പുറത്തെ സൈഡിൽ നിർത്തിയിരുന്നത്. കൃത്യമായി ആ പോലീസുകാരെ ഇവർ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ലോറിക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത്? ലോറിക്ക് വഴിയൊരുക്കാനായിരിക്കാം. പക്ഷെ ലോറി പോയ ശേഷം അവർക്ക് അത് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ഇനി ഇതെല്ലാം അസഭ്യം പറഞ്ഞ് സഹി കെട്ടിട്ട് ഞങ്ങളുടെ ആളുകൾ അവരുമായി വാക്കേറ്റത്തിലെത്തുന്നു. എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല? ആ വാക്കേറ്റത്തിലെത്തുന്നു, അവർ കല്ലെറിയുന്നു. അപ്പോഴെന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല? ആ കല്ലെറിയുടെ ഇതിൽ നിന്നും ഇവിടുന്ന് ആളുകൾ പിന്നെ ആദ്യത്തെ കല്ലേറ് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? അവരുടെ ഭാഗത്ത്, ജനകീയ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ കല്ലേറ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അവരാണ്. ഞങ്ങളുടെ സ്ത്രീകളെ ചീത്ത വിളിക്കുന്നത് അവരാണ്. ഞങ്ങളുടെ വൈദികരെ ചീത്ത വിളിച്ചത് അവരാണ്. ഞങ്ങളുടെ കന്യാസ്ത്രീമാരെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചതും ചീത്ത വിളിച്ചതും ഓട്ടോയിൽ അടിക്കുകയും ചെയ്തത് അവരാണ്. ഞങ്ങളുടെ ആളുകളുടെ വണ്ടികൾ പുളിക്കുടിയിൽ തടഞ്ഞത് ജനകീയ കൂട്ടായ്മയും പോലീസും ചേർന്നാണ്. പോലീസ് നോക്കിൽക്കുകയാണ് ചെയ്തത്. വിഴിഞ്ഞത്ത് വെങ്ങാനൂർ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് വണ്ടികൾ തടയാനായിട്ടുള്ള ശ്രമം. ഞങ്ങൾ അവിടെ നിന്ന് വന്ന ഞങ്ങളുടെ വിഴിഞ്ഞം വികാരി ഉൾപ്പെടെ, പൂന്ത്ര വികാരി, ചെറിയതുറ വികാരി ഉൾപ്പെടെയുള്ളവരെ അവർ തടഞ്ഞു. വിഴിഞ്ഞം വികാരി അന്നും സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വിഴിഞ്ഞം വികാരി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഞങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കാൻ യാതൊരു താല്പര്യം ഇപ്പോഴും ഇല്ല, നേരത്തെയും ഇല്ലായിരുന്നു. ഈ സംഘർഷം ബോധപൂർവം സർക്കാർ ഉണ്ടാക്കിയതാണ്. സർക്കാർ കുറച്ച് നാളുകളായി അവിടെ സംഘർഷം ഉണ്ടാക്കുകയും അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ അടിച്ചു തോൽപ്പിക്കുവാനായിട്ടുള്ള ഗൂഢതന്ത്രം. ഒരു ആരോപണത്തിന് കൂടി അങ്ങേക്ക് ഒന്ന് മറുപടി പറയാം ശ്രീ പാട്രിക് മൈക്കിൾ. ഒപ്പം ഈ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇന്ന് വളരെ അപലപനീയമായ, ഒപ്പം തന്നെ ഒരു വർഗീയ വിഷം ചിറ്റുന്ന രീതിയിലുള്ള ഒരു പരാമർശമുണ്ടായി. ഇതര മതവിഭാഗത്തിലുള്ളവരുടെ വീടുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തുവാൻ ശ്രമിച്ചു, തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെ. അതിനെപ്പറ്റിയുള്ള അങ്ങയുടെ ഒരു വിശദീകരണം എന്താണ്? ഒന്നുമല്ല. അഹമ്മദ് ദേവർകോവിൽ ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ, മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ പറയുന്ന ആ പുള്ളിയുടെ കാര്യങ്ങളൊന്ന് എടുത്തു നോക്കുക. ഞങ്ങൾ ഇവിടെയുള്ളവരല്ല, സമരം ചെയ്യുന്നവർ വെളിയിൽ നിന്നുള്ളവരാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് മന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? മന്ത്രി ഞങ്ങൾ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു ചർച്ചയിൽ പോലും പങ്കെടുക്കാത്ത മന്ത്രിയാണ് മന്ത്രി. പക്ഷേ ചർച്ചയെ കുറിച്ച് വളരെ വാചാലമായി ശ്രീ പാട്രിക്, ഒപ്പം തന്നെ ചില വീഡിയോകളിൽ ഇങ്ങനെ ഒരു കൂട്ടർ വീടുകളിലേക്കൊക്കെ കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് വീടല്ല, അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ഒരു വലിയൊരു കാര്യം. ഞങ്ങളുടെ ആളുകൾ 3 മണിയോടുകൂടി ഞങ്ങളുടെ പുല്ലുവിള ഭാഗത്തേക്കുള്ള ആളുകൾ വണ്ടികളൊക്കെ അവിടെ തടഞ്ഞത് കാരണം അവിടെ വണ്ടി വെച്ച് വന്നിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ സ്ത്രീകളെ അവിടെ ഒരു പാലിന്റെ ഒരു സൊസൈറ്റിയാണ്. ഇതാണ് നിങ്ങൾ വീടായിട്ട് അത് കാണുന്നത്. പാൽ സൊസൈറ്റിയാണ്, മിൽമയുടെ തന്നെ ഒരു പാൽ സൊസൈറ്റിയാണ് അത്. ആ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് 4-5 ആളുകൾ ഞങ്ങളുടെ സ്ത്രീകളെ ചീത്ത വിളിക്കുകയും ഒരാൾ പാല് മേടിക്കാൻ വന്ന ആ പാൽപാത്രം ഉപയോഗിച്ച് ഞങ്ങളുടെ ഒരു സ്ത്രീയെ മർദ്ദിച്ചു.
ഇത് കണ്ടുവന്ന ഞങ്ങളുടെ ആളുകൾ അപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയാണെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വേദനാജനകം. പോലീസ് ആ ഘട്ടത്തിലൊന്നും ഇടപെടുന്നില്ല. പോലീസ് ആ ഘട്ടത്തിൽ ഇടപെടുന്നില്ല. പോലീസ് അപ്പോൾ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആളുകൾ കണ്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് തിരക്കുന്നു. അവരുമായി വാക്ക് തർക്കമുണ്ടാവുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വേറെ ആളുകൾ വരുന്നു, തമ്മിൽ പ്രശ്നമാവുന്നു. അവർ നമ്മുടെ ആളുകളെ വലിച്ചിഴച്ചുകൊണ്ട് ആ മിൽമ ബൂത്തിന്റെ പുറകിൽ കൊണ്ട് നമ്മുടെ ആളുകളെ തല്ലി തകർക്കുന്നു. ഒരാളുടെ കാലടിച്ചോടിക്കാൻ ശ്രമം നടത്തി, ഒരാളുടെ തല അടിച്ചു പൊട്ടിച്ചു. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തി അവര് മുന്നോട്ട് പോയി. അവിടെ അവസാനം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഓടി ചെല്ലുകയും ആ മുകളിൽ ഞങ്ങൾ കയറി അതൊക്കെ നിരീക്ഷിക്കുകയുമാണ് ചെയ്തത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ മിൽമ സൊസൈറ്റി തുറന്നു നോക്കി അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് തുറന്നു നോക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അത് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ വേറെ വീടുകളിലേക്കൊന്നും ആക്രമണം നടന്നിട്ടില്ല. സമരസമിതിയുടെ വീടുകളിലേക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഓടിയ സമയത്ത് കുറെ വീടുകളൊക്കെ, അതായത് ഇവർ ഞങ്ങളെ കല്ലെറിയുകയും ഞങ്ങളുടെ സ്ത്രീകളെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ പുളുങ്കുടിയിൽ വെച്ച് വണ്ടികൾ തടഞ്ഞപ്പോൾ ഞങ്ങളുടെ ആളുകൾ തിരിച്ചു വരുന്നത് ജനകീയ കൂട്ടായ്മ സമരം ചെയ്യുന്ന അതുവഴിയാണ് വരേണ്ടത്. അതുവഴി വന്ന വണ്ടികൾ അവരെ അടിച്ചു തകർക്കുകയും ഞങ്ങളുടെ ആളുകളെ ചീത്ത വിളിച്ച് മർദ്ദിക്കുകയും ചെയ്തതിന്റെ സാഹചര്യത്തിൽ ഞങ്ങൾ അവരെ രക്ഷിക്കാനായി അകത്തോട്ട് ചെന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരു വീടുകളിലും ഞങ്ങൾ അതിക്രമിച്ച് കയറിയില്ല. ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഞങ്ങളുടെ ആളുകൾ തിരിച്ചും അവരെ അസഭ്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു വീടുകളിലേക്കും ഞങ്ങൾ അതിക്രമിച്ച് കടക്കുവാനോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസിന് തന്നെ അറിയാം ഇത് കൈവിട്ട് പോകും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ, പോലീസിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയുടെ ആളുകൾക്ക് മർദ്ദനം ഏൽക്കുമെന്നുള്ള സാഹചര്യം വന്നു പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ അത് കൈവിട്ട് വേറെ രീതിയിലോട്ട് പോകുമെന്നുള്ള സമയം വരുമ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ച് അത് സമാധാനപ്പെടുത്താൻ പോലീസാണ് ഞങ്ങളെ വിളിച്ചിട്ട് പോകും. ഞാനും ഇതിനോടൊപ്പം തന്നെ മുൻനിരയിൽ നിൽക്കുന്ന വൈദികരും പോയി ഇവരെ പലതവണ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ റോഡ് എത്താറാവുമ്പോൾ ഇവര് ബാക്കുന്നു വന്ന് പിന്നെയും പ്രകോപനം സൃഷ്ടിക്കുന്നു. അതിൽ പ്രകോപിതരാകുന്ന ആളുകൾ പിന്നെയും അവരുടെ ബാക്കുന്നു പോകും. ഞങ്ങൾ പിന്നെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അതങ്ങനെ 2-3 തവണ അങ്ങനെ നടത്തിയ ശേഷമാണ് ലാസ്റ്റിൽ ഇവർ പോലീസിനോട് ഞങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് അവരവിടെ പിടിച്ചു നിർത്തണം, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലീസ് കൂട്ടു നിൽക്കരുത് എന്ന് ഞങ്ങൾ പോലീസിനോട് പറയുക. വളരെ വ്യക്തമാണ്. ശനിയാഴ്ച നടന്ന ഒരു ഇൻസിഡൻസ് വളരെ വ്യക്തമായി. ഈ ഒരു ഇൻസിഡന്റ് ആണ് ഇതായി. ഇനി വേറൊരു ഇൻസിഡന്റ് കൂടെ ഞാൻ പറയാം. ഞായറാഴ്ച ഇന്നലെ നമ്മുടെ ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പായി 2 മണിയോടുകൂടിയാണ് ഷെൽട്ടനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കാരണവും പറയാതെ ഷെൽട്ടനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ ഷെൽട്ടനെ പിടിക്കുമ്പോൾ ഷെൽട്ടന്റെ വീട്ടിൽ അറിയിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ഒന്ന് അറിയിക്കുക, ഇന്നൊരാളെ ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നിയമം. വളരെ പെട്ടെന്ന് ഈ സമയത്ത് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കുറ്റം ചെയ്തവരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത്. ഷെൽട്ടൻ ഈ പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിരുന്നോ? ഷെൽട്ടന്റെ കാര്യം ഞാനൊന്ന് പറയാം. ഷെൽട്ടൻ രാവിലെ വണ്ടി തടയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടികളെല്ലാം പോയ ശേഷം ആദ്യമായി നമ്മുടെ ആളുകളെ അവിടെ പിടിച്ചു നിർത്തുന്നു. അതുവഴി ആളുകളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ ജനകീയ കൂട്ടായ്മയുടെ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിലുള്ള ആളുകളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസുമായി ഒത്ത്, ആ വീഡിയോ ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പോലീസുമായി ഒത്ത് അങ്ങോട്ട് പോവുകയും അവരെയൊക്കെ വിളിച്ചോണ്ട് വരികയും ചെയ്തു. ആ സമയത്താണ് ഷെൽട്ടന് ഫോൺ വരുന്നത്. ഷെൽട്ടന്റെ വള്ളം കടലിൽ മറിഞ്ഞു എന്നുള്ളത്, അതിലുണ്ടായിരുന്ന 5 തൊഴിലാളികളും എഞ്ചിനും വലയും ഒക്കെയായി അവിടെ കടലിൽ വള്ളം മറിഞ്ഞു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ഷെൽട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. അതെപ്പോഴായിരുന്നു? ഒരു 10-10:30 മണിയോടുകൂടി, 10 മണി കഴിയുമ്പോൾ തന്നെ 10-10:30 തന്നെയാണ് ഷെൽട്ടൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തി ഷെൽട്ടൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഷെൽട്ടൻ പിന്നെ നോക്കുന്നത്. ഷെൽട്ടൻ പിന്നെ ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരാളെയാണ് പ്രതി ചേർക്കുന്നത്. പിന്നെ അതായത് അങ്ങ് പറയുന്നത് സംഘർഷം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തി അവിടെ ഇല്ല, ഷെൽട്ടൻ അവിടെ ഇല്ല. സംഘർഷത്തിൽ ഒന്നിലും ഷെൽട്ടൻ ഇല്ല. അങ്ങനെ ഒരു വ്യക്തി എന്തിനാ അറസ്റ്റ് ചെയ്തത് പോലീസ്? പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്? പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ചെയ്ത് ഞങ്ങളുടെ ഈ സമരത്തെ അടിച്ചൊതുക്കാനായി ഗൂഢമായി തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവർ ഇന്നലെ കരുതിക്കൂട്ടി ആളുകളെ അറസ്റ്റ് ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, പ്രത്യേകിച്ച് നമുക്കറിയാം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷെൽട്ടൻ എന്ന് പറയുന്ന വ്യക്തി വിഴിഞ്ഞം ഇടവകയിലെ KLCയുടെ ഒരു പ്രസിഡന്റ് ആണ്, ഒരു സമുദായ നേതാവാണ്. അതുകൊണ്ടൊരു പ്രകോപനം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ അങ്ങ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സംശയിക്കുന്നു. കാരണം
ഷെൽട്ടനെ പോലുള്ള ഒരാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ അന്വേഷിക്കാൻ ചെല്ലുന്ന ഇടവക കമ്മിറ്റി അംഗങ്ങളെ പിടിച്ചു നിർത്തുന്നു. ലാസ്റ്റിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷനിൽ തന്നെയല്ലേ വെക്കേണ്ടത്? അയാൾ എന്താണ്, എന്തെങ്കിലും തീവ്രവാദിയാണോ ഇത്രയും ഇതാകാൻ വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ അപ്പുറത്ത് നിൽക്കുന്ന എത്ര പേരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇന്നലെ ഈ പോലീസിന്റെ ഫ്രണ്ടിൽ വെച്ച് ഞങ്ങളുടെ ആളുകളെ തല്ലുന്നത് പോലീസ് നോക്കി നിൽക്കില്ലേ? അവരാരെങ്കിലും അറസ്റ്റ് ചെയ്ത്? ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരാൾക്ക് എതിരെ പോലും കേസ് എടുത്തിട്ടില്ല. ഇതെന്ത് തോന്നിയ ദിവസമാണ് പോലീസ് കാണിക്കുന്നത്? പോലീസ് തന്നെയാണ് ഇതിനെല്ലാം കൂടെ അവരുടെ തിരക്കഥയുടെ കാര്യമായിട്ടാണ് ഇന്നലെ ഈ നടന്ന പ്രശ്നങ്ങളൊക്കെ. മറ്റൊരു കാര്യം, നേരത്തെ അജിത മാഡം സൂചിപ്പിച്ച ഞായറാഴ്ച നടന്ന ഇൻസിഡൻസ്, അതിലും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. അജിത മാഡം പറഞ്ഞു വളരെയധികം പരിക്കുകളൊക്കെ ഏൽക്കേണ്ടി വന്നു, പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായി. ഇത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട അതിക്രമങ്ങളാണ് അജിത മാഡം വ്യക്തമാക്കിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് ഈ പോലീസിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായത്? നമുക്കറിയാം 50-നടുത്തുള്ള ഒരു പോലീസുകാർക്ക് നേരെ അതിക്രമം ഉണ്ടായി, അവര് പരിക്കേറ്റു, അത്തരത്തിലുള്ള വിഷ്വൽസ് ഒക്കെ പല മാധ്യമങ്ങളും കാണിച്ചിരുന്നു. ഈ പോലീസുകാർക്ക് പരിക്കേൽക്കാൻ ഇടയായ ഒരു സാഹചര്യം എന്തായിരുന്നു? പുരുഷന്മാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിരുന്നോ? വളരെ പെട്ടെന്ന് ശ്രീ പാട്രിക്. ഈ പുരുഷന്മാരുടെ ഭാഗത്ത് പുരുഷന്മാർ ആരും തന്നെ ഇതിനകത്ത് കയറിയിരുന്നു. സ്ത്രീകളെ അജിത പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ പോയ ആളുകളെ തിരികെ കാണാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒന്ന് അജിതയുടെ കൂടെ നിന്നത് ലിച്ചി എന്ന് പറയുന്നത് ഷെൽട്ടന്റെ വൈഫാണ്. ഭർത്താവിനെ കാണുന്നില്ല, ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് അറിയുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ തിരക്കി ചെല്ലുന്ന ഭാര്യയെ ചീത്ത വിളിച്ചും അടിച്ചും ഓടിക്കുന്നത് എന്ത് മര്യാദയാണ്? ഇതാണോ പോലീസിന്റെ മര്യാദ? സർക്കാർ ഇങ്ങനെയാണോ പോലീസിന് മര്യാദ കാണിപ്പിക്കാൻ പറയുന്നത്? അത് കഴിഞ്ഞ് ഈ സ്ത്രീകളെ അവിടെ വരുമ്പോൾ സ്ത്രീകളെ കല്ലെറിഞ്ഞും അടിച്ചും ഓടിക്കുമ്പോൾ നിസ്സഹായരായി അവിടെ നോക്കി നിൽക്കുന്ന ആണുങ്ങളാണ് തെറ്റുകാര്. സ്വന്തം സഹോദരിമാരെയും അമ്മമാരെയും അനുജത്തിമാരെയും മക്കളെയൊക്കെ കൺമുമ്പിൽ പോലീസ് ലാത്തി കൊണ്ട് അടിക്കുമ്പോൾ ഈ അജിതയൊക്കെ തന്നെ കാണാം, ദേഹമാസകലം അടികൊണ്ട് മുറിവേറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ അടിച്ചു നിൽക്കുമ്പോൾ അവരെ മർദ്ദിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണോ? മർദ്ദിക്കരുത് എന്ന് പറയുമ്പോൾ പോലീസ് മർദ്ദിക്കരുത്, ഞങ്ങളുടെ സ്ത്രീകളെ മർദ്ദിക്കരുത് എന്ന് പറയുമ്പോൾ അവരെ ചീത്ത വിളിക്കുകയും അവരെ അടിക്കാനായി മുദ്രിക്കുകയും ചെയ്യുന്നത് പോലീസ് എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത്? അവിടെ എന്ത് സമീപനമാണ് പോലീസ് എടുത്തത്? പോലീസ് ഇത് തിരക്കഥ എഴുതി, പല ആളുകളായി തിരക്കഥ എഴുതി ഇന്നലെ പ്രാവർത്തികമാക്കിയ ഒരു ഗൂഢതന്ത്രമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മുടെ ആണുങ്ങളെ പുരുഷന്മാരെ പോലും വലിച്ചിഴച്ചുകൊണ്ട് അവരെയൊക്കെ മൃഗീയമായി അടിച്ചു. ഞങ്ങളുടെ 5 വൈദികർ ഇന്നലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. വിഴിഞ്ഞം ഇടവകയിലെ, അതായത് പിടിച്ചു മാറ്റാൻ ചെന്ന വിഴിഞ്ഞം ഇടവകയിലെ 4 വൈദികർ, ഫാദർ മെൽക്കോൺ, ഫാദർ മനീഷ്, ഫാദർ ബിനു, ഫാദർ വിനീത് പോൾ, ഈ 4 വൈദികരെ ആസകലം അടിച്ചു. അത് കഴിഞ്ഞ് പാളയം ഇടവക സഹവികാരി ഫാദർ കാർവിനെ തലയടിച്ചു പൊട്ടിച്ചു. 4-5 സ്റ്റിച്ചുമായിട്ടാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തീർച്ചയായും വളരെ തികച്ചും അപലപനീയമായ സംഭവങ്ങൾ, വൈദികർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു ശേഷമാണോ ഈ പോലീസ് സ്റ്റേഷന് നേരെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടായത്? പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ അക്രമം ഉണ്ടായത്? ഒരു രീതിയിലും നമ്മുടെ ഭാഗത്തു നിന്ന് പ്രകോപനമില്ലാതെ പോലീസ് നടത്തിയ നരനായായിട്ട് കണ്ട് സഹിക്കാൻ വയ്യാതെ അടികൊണ്ട് സ്ത്രീകൾ പൊളയുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതാണ് ജനം. ജനവും പ്രതികരിക്കും. ഒരു കാലത്ത് കേരളത്തിന്റെ സൈനികൻ അല്ലെങ്കിൽ സൈനികർ എന്ന് വിളിച്ച് ഞങ്ങളെ വാനോളം പുകഴ്ത്തുകയും അത് കഴിഞ്ഞ് രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച് മുദ്രകുത്തുകയും ചെയ്യുന്ന സർക്കാർ ഞങ്ങളോട് എന്താണ് കാണിക്കുന്നത്? ഞങ്ങളോട് കാണിക്കുന്ന എന്ത് സമീപനമാണ്? ഞങ്ങളുടെ ആളുകളെ അടിച്ചൊതുക്കുവാനും ഞങ്ങളുടെ ആളുകളെ മുറിവേൽപ്പിക്കാനും ശ്രമിക്കുന്ന പോലീസ്
ഒപ്പം തന്നെ ഒരു കാര്യം എത്ര കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നേരത്തെ അജിത മേഡം പറഞ്ഞതുപോലെ ഈ കല്ലുകൾ എറിഞ്ഞു എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷന്റെ മുകൾ വശത്തു നിന്ന് കല്ലുകൾ എറിയുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും കൃത്യമായിട്ടുള്ള അജിത മേഡം കണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒപ്പം ആ കല്ലുകൾ എവിടെ നിന്നാണ് വന്നത്, അതിനെപ്പറ്റി എന്തെങ്കിലും ക്ലിയർ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സമരക്കാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രകോപനം ഉണ്ടായതാണോ? അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു ചാനൽ റിപ്പോർട്ടേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വരുമ്പോഴത്തേക്കും ഏകദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. ആ പ്രതികരണം മാത്രമാണ് ഇന്നലകളും ഇന്നുമൊക്കെ ചാനലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതികരണം മാത്രമാണ്. കാരണം എത്ര ഇതായിരുന്നാലും, എത്ര അടികൊള്ളുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും പ്രതികരണശേഷി ഇല്ലാത്ത മനുഷ്യരുണ്ടോ ഇന്ന്? പ്രതികരണശേഷി ഇല്ലാത്ത മനുഷ്യർ ഇന്നില്ല. ആ പ്രതികരണശേഷി പറയുന്നത്, താങ്കൾ പറയുന്നത് ഈ കല്ല് പോലീസ് സ്റ്റേഷൻ നേരെ കല്ലേറുണ്ടായിട്ടില്ല, അവിടുന്ന് തിരിച്ച് പുറത്തേക്ക് കല്ലെറിയായിരുന്നു, അതാണോ താങ്കൾ പറയുന്നത്? അതിനി പോലീസാണോ അതല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ബാഹ്യ ശക്തികളാണോ എന്നുള്ളത് ഞങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വികാരി, ഞങ്ങളുടെ ഈ സമരത്തിന്റെ ജനറൽ കൺവീനർ യൂജിനസ് പെരേര, മോൺസിഞ്ഞോർ യൂജിനസ് പെരേര ഞങ്ങളുടെ ജുഡീഷ്യൽ അന്വേഷണം നടത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതാക്കണം. ഒപ്പം തന്നെ ശ്രീ പാട്രിക് മൈക്കിൾ, ഈ പോലീസ് സ്റ്റേഷൻ അതിക്രമം നടക്കുന്നതിന് മുമ്പ് പ്രദേശത്തുള്ള CCTV ക്യാമറകൾ രണ്ടുപേർ നശിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? സമരസമിതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ആ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇനി നമ്മുടെ ആളുകളാണോ, ഈ ജനകീയ കൂട്ടായ്മയുടെ ആളുകൾ ചെയ്യിപ്പിച്ചതാണോ, അതിന് വേറെ പുറത്തു നിന്ന് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് കൃത്യമായി അറിയില്ല. നമ്മൾ അതിനെ കുറിച്ച് പരിശോധിക്കും. നമ്മുടെ ഏറ്റവും നമ്മുടെ ചർച്ചയുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ ഈ വളരെ എന്താ പറയുന്നത്, അപലപനീയവും ഒപ്പം തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തിരുവനന്തപുരത്തിന്റെ വലിയിടയൻ ആർച്ച് ബിഷപ്പ് നെറ്റോ പിതാവിനെതിരെയും ക്രിസ്തുദാസ് പിതാവിനെയും പ്രതി ചേർക്കുന്ന കാര്യം. അവർ ആ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല. സമരവുമായി ബന്ധപ്പെട്ട ആ മുല്ലൂരിലെ ആ സമര പന്തലിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെറ്റോ പിതാവിനെ ഒന്നാം പ്രതിയാക്കുന്നു, ക്രിസ്തുദാസ് പിതാവിനെയും മറ്റു വൈദികരെയും ഒക്കെ പ്രതി ചേർക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായ ഒരു പ്രകോപനം സൃഷ്ടിക്കുക, അതിന്റെ ഒരു ടൈമിങ്ങും വളരെ നിഗൂഢമാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച ഈ കോടതി വിധി വരുന്നു. ഇന്നിപ്പം കോടതി ആ കേസ് മാറ്റിവെച്ചു, വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കുക, ഒരു സമുദായത്തിന്റെ ഇടയനെതിരെ കേസെടുക്കുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഒരു പ്രകോപനം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ വ്യക്തമാണോ ശ്രീ പാട്രിക് മൈക്കിൾ? ഏറ്റവും അവസാനത്തെ ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ മെത്രാപ്പൊലീത്തയോ ഞങ്ങളുടെ ബിഷപ്പിനെതിരെ ഒരു കേസ് എടുക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെയെങ്കിലും ഗൂഢാലോചന നടത്തിയോ? അതിന് എന്താ തെളിവ്? അതാണ് ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന്. ഇനി അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവരെന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പോലീസിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവര് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ആക്കിക്കൊണ്ട് കേസെടുക്കാൻ ഇത് എന്ത് ന്യായമാണ്? ഞങ്ങൾക്കെതിരെ എന്ത് നടന്നാലും ഞങ്ങൾ ശരി, ഓക്കെ, എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളുടെ പിതാക്കന്മാർക്കെതിരെ കേസെടുക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ന്യായമായ ആവശ്യങ്ങൾ നടത്തി തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണോ അവർ ചെയ്ത തെറ്റ്? സർക്കാർ ചെയ്യാത്ത കടമകൾ സർക്കാരിനെ ഓർമ്മിപ്പിച്ചതാണോ അവർ ചെയ്ത തെറ്റ്? സർക്കാരിന് മുന്നിൽ ഈ ആവശ്യങ്ങളുമായി പലതവണ കയറി ഇറങ്ങിയതാണോ അവർ ചെയ്ത തെറ്റ്? ഓക്കെ, വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി തന്നെ അങ്ങ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഏറ്റവും അവസാനം ശ്രീമതി അജിത, വളരെയധികം പരിക്കുകൾ താങ്കളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് കേൾക്കാവുന്നതിൽ അപ്പുറമുള്ള മോശമായ കാര്യങ്ങൾ താങ്കൾക്ക് ഞായറാഴ്ച വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നും കേൾക്കേണ്ടി വന്നു. ഇതെല്ലാം അനുഭവിച്ചിട്ടും ഈ സമരത്തിൽ നിന്ന് ഒരു പിന്മാറാനുള്ള ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? അതോ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന നിശ്ചയദാർഢ്യമാണോ അങ്ങേക്ക് ഈ ഘട്ടത്തിലുള്ളത്? ഒരിക്കലുമില്ല. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ തന്നെ ഞങ്ങളുടെ ആ ഒരു സമൂഹം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജിലുള്ള എല്ലാ പേരും ഞങ്ങൾക്ക് അടി കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾ മാറത്തില്ല. ഞാൻ ഇന്നലെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാൻ അറിയുകയുണ്ടായി, മുല്ലൂരിലുള്ള സമരപ്പന്തല് ഇങ്ങനെ അടിച്ചു പൊളിച്ചു, സമരം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിനി അവരോട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം പറയുമ്പോൾ സാർ, സ്ത്രീകൾ അത്രയധികം അപമാനിതയായി. ഞങ്ങൾ ഡയറക്റ്റ് ആണ് അത് ഫേസ് ചെയ്തത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നു. ഒരുപാട് സ്ത്രീകൾ കാണിക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതൊന്നും പിന്മാറത്തില്ല. ഞാനോ എന്റെ കൂടെയുള്ളവരല്ല, എന്റെ കൂടെയുള്ളവരുമ്പോ ഞങ്ങളുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീജനങ്ങളും ഒരിക്കലും സാർ പിന്മാറിയല്ല. എന്തായാലും പേടിച്ച് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് സാർ ഞങ്ങളുള്ളത്. ഓക്കെ. വിഴിഞ്ഞം സമരത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കൈവരിക്കാൻ സാധിക്കട്ടെ. നിയമം കയ്യിലെടുക്കാതെ, പ്രകോപനം സൃഷ്ടിക്കാതെ, സമാധാനപരമായ മാർഗങ്ങളിലൂടെ വിഴിഞ്ഞം സമരത്തിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഭരണകൂടം ഈഗോ കൈവടിഞ്ഞ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യമാണ് ഷെക്കിന ബിഗ് ഡിബേറ്റിൽ നിന്നും ഉയർന്നു കേട്ടത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം തന്നെ ശ്രീമതി അർജിത, രണ്ടു പേർക്കും നന്ദി.